സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അവതരണ ഗാനം അവതരിപ്പിക്കാൻ ചലച്ചിത്ര നടി 5 ലക്ഷം ആവശ്യപ്പെട്ടുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. യുവജനോത്സവങ്ങളിലൂടെ പങ്കെടുത്ത് നടിക്ക് അഹങ്കാരമെന്നും മന്ത്രി വിമർശിച്ചു. നടി 47 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളെ അപമാനിച്ചെന്നും മന്ത്രിയുടെ വിമർശനം. കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട്ടിൽ നടന്ന ഒരു സ്വകാര്യ പരിപാടിയിലാണ് നടിയുടെ പേര് പറയാതെയുള്ള മന്ത്രിയുടെ വിമർശനം. നടൻ സുരാജ് വെഞ്ഞാറമൂട് അടക്കമുള്ളവരെ വേദിയിലിരുത്തിയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനം. ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അവതരണ ഗാനത്തിന് വേണ്ടിയാണ് നടിയെ ബന്ധപ്പെട്ടത്. 10 മിനിറ്റ് ദൈർഘ്യമുള്ള അവതരണ ഗാനം അവതരിപ്പിക്കാൻ നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ഇത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് തനിക്ക് വേദന ഉണ്ടാക്കിയെന്നും വി ശിവൻകുട്ടി പ്രതികരിച്ചു. യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളിൽ വലിയ വാർത്തയാവുന്ന കാര്യം. തുടർന്ന് ഇത്രയും തുക കൊടുത്തുകൊണ്ട് കുട്ടികളെ നൃത്തം പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചെന്നും സാമ്പത്തിക മോഹികളല്ലാത്ത അധ്യാപകർ വേറെയുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചു. സ്കൂൾ കലോത്സവ വേദികളിൽ പങ്കെടുത്ത് സിനിമയിലെത്തിയ ആളാണ് നടിയെന്നും അവരുടെ പേര് വെളിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ 47 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളോടാണ് നടിയുടെ നിഷേധാത്മക സമീപനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന സ്വകാര്യ പരിപാടിയിലാണ് നടിയുടെ പേരെടുത്ത് പരാമർശിക്കാതെയുള്ള മന്ത്രിയുടെ വിമർശനം. ജനം, തിരുവനന്തപുരം.